നിങ്ങൾക്ക് കോൾ വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ദൈവമേ, ഇങ്ങനെ രണ്ട് നാശങ്ങള്. എനിക്ക് നാളല്ലേ ബിബീഷ്, അതിനാകെ 10-12 വയസ്സല്ലുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ ബെറ്റായിട്ട് മേടിക്കാൻ ഞാനാ. 10-12 വയസ്സവന്റെ. താൻ എന്തിനാ ചൊറിയാൻ പോണേ? നീ ഇവിടെ ഇരിക്കേ. ഓക്കെയാണോ? ഓക്കെ ഓക്കെ. ആ ചെപ്പന്റെ നഖം പുലിനഖം പോലെ ഇരിക്കുന്നത്. വെട്ടി കളയത്തുമില്ല, എങ്ങോട്ടൊക്കെ നീർന്നെനിക്ക്. ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി തരട്ടെ? கொடுமா. இந்தாங்க. ஆஹா, இந்தா. இவங்க பிரெக்னெண்டா? 5வது மாசம். இந்த வட்டம் கண்டிப்பா பொண்ணுதான் பிறக்கும். പേര് നയൻതാര. ചെക്കന്മാരുടെ പേരൊക്കെ വിജയെന്നോ അജിത്ന്നൊക്കെയാ. നിങ്ങളെ പോലെ തന്നെയാ, ഫുൾ ടൈം അടി. ബിബീഷ് എത്രയിൽ പഠിക്കുമ്പോൾ അനിയനുണ്ടായി? +1. അത് കോമഡി ആയിരിക്കുമല്ലോ. ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കൂലേ? അമ്മ എന്റെ ക്ലാസ് ടീച്ചർ കൂടെ അപ്പൊ ഫുൾ ക്ലാസ് കളിയാക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് കത്തിയില്ല. വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനമ്മയ്ക്ക് എന്തൊക്കെയോ വ്യത്യാസം. എന്നോട് ഭയങ്കര നൈസ്. ഹായ്, ചിക്കനാ ഇന്നെന്താ സ്പെഷ്യല്? സ്പെഷ്യലൊന്നുമില്ല. നീ ഇന്ന് ഞങ്ങളുടെ കൂടെ കിടന്നോ? ലൈറ്റ് ഓഫ് ചെയ്യണില്ലേ? എടാ, അമ്മ പ്രഗ്നന്റ് ആടാ. അതാണ് ആ മുതൽ. അയ്യടാ, ചേട്ടന്റെ അതേ ചായ. ഇതിനെ കാണാൻ ജാക്കി ചാനെ പോലെ ഉണ്ട്. ഓ പിന്നെ ജാക്കി ചാന് ബിബീഷിനെ കാണും ക്യൂട്ടാവൻ. അതാ തടിയുടെ. പക്ഷെ അവനൊരു ലക്കി ചാമായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അച്ഛന് LICയിൽ പ്രൊമോഷൻ കിട്ടി. അമ്മയ്ക്കൊരു നടുവേദന ഉണ്ടായിരുന്നു. അത് ആഫ്റ്റർ പ്രസവം മാറി. പിന്നെ ഞാൻ എല്ലാ സബ്ജക്റ്റും ക്ലിയർ ചെയ്തു. +2-ലെത്തി. നൈസ്. +2 പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. ബസ് വന്ന് ബൈക്കിലിടിച്ചു. അച്ഛൻ ഹെൽമെറ്റ് വെക്കാറില്ലായിരുന്നു. എന്റെ മോഡൽ എക്സാം ബ്രേക്ക് കൊണ്ട് എന്നെ വിളിച്ചോണ്ട് പോകുന്നു. അച്ഛന് സീരിയസ് ആണെന്ന് പറഞ്ഞു. ഒന്നിവിടെ വരൂ. അച്ഛന് കുഴപ്പമില്ല, പേടിക്കണ്ട എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ഒരു +2കാരൻ്റെ ബുദ്ധി വെച്ച് എനിക്ക് മനസ്സിലായി. അച്ഛൻ മരിച്ചു. എൻ്റെ സ്കൂൾ ബാഗിൽ എപ്പോഴും വീടിനൊരു എക്സ്ട്രാ കീ ഉണ്ടാവില്ല. കറക്റ്റ് അന്നത്തെ ദിവസം അത് കാണാനില്ല. അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് എന്നെ അപ്പുറത്ത് വീട്ടിക്കൊണ്ടിരുത്തി. അവിടുത്തെ എൻ്റെ ഒരു വൃത്തിയായിട്ട സ്ക്വാഷ് കുടിക്കാൻ തന്നു. ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓക്കാനും വരും. അതിനകത്ത് അച്ഛനായിരിക്കും എന്ന് വിചാരിച്ചെന്നാ ഞാൻ ആദ്യം കണ്ടത് അമ്മയുടെ ബോഡിയാണ്. അച്ഛനും അമ്മ അവന് പോളി കൊടുക്കാൻ പോയത്. അപ്പോഴാണ് ബസ് വന്നിരിക്കുന്നത്. ഈ ഭ്രാന്തി വരുന്ന എക്സാക്ട് മൊമെന്റ് എനിക്കറിയാം. ആദ്യം ഒരു തണുപ്പ് വരും, ബോഡിയൊക്കെ വരയ്ക്കാൻ തുടങ്ങും. എന്തൊക്കെയോ പിച്ചും പേയൊക്കെ വിളിച്ചോണ്ട് ഇരിക്കാൻ തോന്നുന്നു. അന്ന് എന്തൊക്കെയാ പറഞ്ഞ് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അമ്മ അതിലെന്തിനാ കയറി പോണേ? നമുക്ക് ഓട്ടോ പിടിക്കാം. അപ്പോഴേക്കും ഒരു താടി വെച്ച ചേട്ടൻ വന്നു അവനെ കൊണ്ട്. കയ്യിലൊക്കെ എന്തോ പ്ലാസ്റ്ററൊക്കെ ഉണ്ട്. അവനെ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു, ശരിക്കും കരഞ്ഞു. പക്ഷെ കരഞ്ഞ സന്തോഷം കൊണ്ടാണ്. ഒരാളെങ്കിലും ബാക്കി വെച്ചില്ല. എന്നിട്ട് ഞാൻ അവനെ അടുത്ത് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി കിടന്നു. അവസാനമായി ഞങ്ങൾ 4 പേര് ഒന്നിച്ചിറങ്ങിയത് അന്നാണ്.
ഇപ്പോൾ ലൈഫിൽ എന്ത് ടെൻഷൻ വന്നാലും അവൻ്റെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന ഞാനപ്പോൾ ഉറങ്ങും. അവനാ എൻ്റെ സ്ലീപ്പിംഗ് പിൽ. കുട്ടിക്കുറുമ്പാക്കുമ്പുള്ള വമ്പ അമ്പിളിക്കൊമ്പിൽ നിന്നീരുത്താനാര് വന്നതാര് നിന്നിമെരുക്കാന കയ്യിലുണ്ടേ മാണിക്യച്ചെപ്പിൽ സ്നേഹത്തിൻ തീരാനീര് ഇളനീര് അതിലേ ഇതിലേ നീ കാട്ടും നിന്റെ കുറുമ്പും കളിയായി കരുതാൻ നിന്റെ ഏട്ടനെ പോലെ നീ ആരാര് കുട്ടിക്കുറുമ്പാക്കുമ്പുള്ള വമ്പ അമ്പിളിക്കൊമ്പിൽ നിന്നീരുത്താനാര് വന്നതാര് ആ വെള്ളം എടുത്തേ. വെള്ളം ഇന്നലെ അടിച്ച് പറ്റായി പോയി. ഡീഹൈഡ്രേഷൻ. ഹാപ്പി ന്യൂ ഇയർ. പോലീസ് വേണോ അതോ ഞാൻ മതിയോ? സാറ് മതി. കുത്തിക്കൊല്ലണോ അതോ സസ്യം ഒഴിച്ച് കത്തിക്കണോ? അല്ലേ വേണ്ട. നിന്റെ സുന്നാമണിയാ കട്ട് ചെയ്തേ. പെണ്ണിട്ട് രാത്രി കക്കാൻ പോകാനല്ലേ? ഇല്ല സാർ, ഞാൻ പോവൂല. നീ കെട്ടണ്ട. നിനക്ക് ഇതിന്റെ ആവശ്യമില്ല. സത്യം പോവൂല. നീ അടുക്കളയിൽ പോയി പോത്ത് എന്തായാലും എടുത്തിട്ട് വന്നേ. എന്താ? അടുക്കളയിൽ പോയി പോത്ത് എന്തായാലും എടുത്തിട്ട് വാടാ. അടുക്കള? അയ്യാ, ഒന്നും അറിയാത്ത ഇള്ളിള്ള കുഞ്ഞ് പോ എടുത്തിട്ട് വാടാ. ശരി സാർ. ഇരിക്ക. അടി. ശരി. മിസ്റ്റർ ഡിസൂസ. അയ്യോ സാർ, ഞാൻ സുനി, കള്ള സുനി. ഞാൻ പേരാണ് കേരള കോൺഗ്രസ് ആർ പോലും ഇതിലും നല്ല പേരുണ്ട്. പേരായാലും ഒരു മജ വേണം. കാർൽ മാർക്സ്, റോസ ലക്സംബർഗ്, വി എസ് അച്യുതാനന്ദൻ, വി എസ് ഒ പി. ഇത് ചുമ്മാ സുനിക്കുട്ടൻ. ഇന്ന് മുതൽ നീ ഡിസൂസ. ഓ ഡിസൂസ. ഓ, എപ്പോഴും പോലീസ് പിടിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് എനിക്ക് 18 വയസ്സുള്ളപ്പോഴാണ് സാറേ ഞാൻ കക്കാൻ പോണേ. ഞാനവിടെ ചെല്ലാൻ നേരത്ത് രാത്രി ആ സാർ അവിടെ കിടക്കയിൽ തുണിയിലാണ്ട് കിടക്കണായിരുന്നു. തൊട്ടടുത്ത് തന്നെ സാറിന്റെ ഭാര്യ ഉറങ്ങിക്കിടക്കണ്ടായിരുന്നു. ആ ചേച്ചി എഴുന്നേക്കാൻ നേരത്ത് സാറിന്റെ അത് കണ്ട് പേടിക്കണ്ടല്ലോ വിചാരിച്ച് ഞാൻ എന്റെ തുണി ഒലിഞ്ഞ് ആ സാറിനെ ഒളിപ്പിച്ച്. അപ്പൊ തന്നെ ആ ചേച്ചി എഴുന്നേറ്റ് പെട്ടെന്ന് എന്നെ കണ്ട് പേടിച്ചു. നിന്നെ കണ്ടു പേടിച്ച? എന്നെ പേടിച്ചില്ല, ചിരിച്ചു. ഇതേപോലെ ആ ചേച്ചി ചിരിച്ച്. അത് കേട്ടാ ചേട്ടൻ എഴുന്നേറ്റ് നോക്കിയപ്പോ ഞാനും ചേച്ചി നിക്കണം. ആ സാർ ആരോടും പറയാണ്ട് കള്ളക്കേസ് കൊടുത്തതിന് അകത്താക്കി സാറേ. ഞാൻ സത്യമായിട്ട് അവിടെ കക്കാനാ പോയത്. അവ ഇതൊന്നും ഉണ്ടായില്ല. എത്ര നാൾ അകത്ത് കിടന്നു?
ഒരു 8-9 മാസം കിടന്നിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞ ഒരു ഗർഭകാലം. മിസ്റ്റർ ഡിസൂസ, ഇവിടെ നിനക്ക് എന്താ വേണ്ടത്? ഹൈ, അപ്പൊ സാർ എന്നെ കൊല്ലല്ലേ? മറ്റൊരാളെ കൊല്ലാൻ ആർക്കാണ് അധികാരം ഡിസൂസ? അത് കൊള്ളാല്ല. മറ്റേ ഖുർആനിലും സീതയിലൊക്കെ പറയുന്ന പോലെ സെയിം അടിപൊളി ഡയലോഗ്. സീത ഗീത അല്ലേ? അയ്യോ 2 മണിയായി. എന്റെ ടാർജറ്റ് കവർ ചെയ്യണം സാറേ, ഞാൻ പോട്ടെ. ഞാനും വരും. എങ്ങോട്ട്? നിന്റെ കൂടെ. എന്റെ കൂടെ റോബറിക്കാ? സാർ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. ഇങ്ങോട്ട് വരാൻ നിനക്ക് ആരുടെയും അനുവാദം വേണ്ട. പക്ഷെ തിരിച്ചു പോണേ മോനെ. അല്ല സാറേ, ഞാൻ എന്നാ പോവോ സാറേ? ഞാനിതൊന്ന് മാറിയിട്ട് വരാം. ഉടുപ്പൊക്കെ മാറ്റിട്ട് എങ്ങോട്ട് പോണ്? സിൽമക്ക? സിൽമക്കല്ല, നിനക്കൊരു പെണ്ണ് കാണാം. എന്നാ പിന്നെ കുറച്ച് അത്ര കൂടി പൂശിക്കോ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ഈ രാത്രി എവിടെ കൊണ്ടുവരാ? താൻ ഇറങ്ങി വന്നൊരു മൂത്ര കമ്പനി. അതൊക്കെ തരാ, വേഗമാണ്. വേറെ ഒന്നും ചോദിക്കരുത്. സോറി, സ്ലിപ്പായി. ഓ, സാറിന് ശരിക്കും എന്താ പണി? ഇതൊക്കെ തന്നെ. അതല്ല, ജോലി എന്താണെന്ന്. എനിക്ക് പണിയൊന്നുമില്ലടോ. ആണാ? എന്നാ പിന്നെ വെറുതെ നേരത്തെ ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂടെ? ആക്രിക്കാരണ്ട പോലും പേടിച്ചു. ഞാൻ തന്നെ പേടിച്ചു. ഇതേ നോക്കി, ഈ പെമ്പിള്ളേർക്ക് രാത്രി ഉറക്കൊന്നില്ലെന്നേ. വാട്സപ്പിട്ടുണ്ടെങ്കിൽ വാട്സപ്പി സാർ ഇടാറുണ്ടാ? എന്തോന്ന്? സാറിന്റെ നമ്പറും കൂട്ടുന്ന ഇപ്പൊ തന്നെ ചൂടുള്ളവർ ഇട്ടരാ വാട്സപ്പി. എന്റെ ഫോണൊന്നുമില്ലടോ. എന്ത് ഫോണില്ലെന്നാ? അതെങ്ങനെ ശരിയാവണേ? സാറെന്ത് മനുഷ്യനാണ് മനുഷ്യ? ഫോണില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല മിസ്റ്റർ ഡിസൂസ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, സാറ് മറ്റേതാണല്ലേ. എന്ത്? ബുദ്ധിജീവി. അത് തന്നെ, ചിരി കണ്ടറിയാ. ഹായ്, ഹാപ്പി ന്യൂ ഇയർ. ജയ് ഹിന്ദ്. അടിപൊളി. ഇങ്ങനൊക്കെ ഇരുന്നാ മതി പുറത്ത്, കള്ളം കയറോട്ടകത്ത്. അതെ. സോറി, ഓടരുതേ. അയ്യോ, സമയം എത്രയായി? സോറി. നീ ഇവിടെ നിൽക്കുവോ? നമ്മുടെ സ്വന്തമായിട്ടുവാ. ബ്ലാക്ക് ലാബ് കടിക്കും. വീടുപടാ. നിങ്ങളിപ്പോ ടീമായില്ലേ? നമുക്ക് ഈ സ്ഥലം വേണ്ട, വേറെ ഏരിയ പിടിക്കാം. വാ. എന്റെ പുറത്തല്ല, ഇതിന്റെ പുറത്ത് കയറാൻ. വീഴും. സാർ, നമുക്ക് പോവാം. ഇത് ശരിയാവില്ല. വേണ്ട പോവാ സാർ. അടക്കില്ല സാറേ, പറയുന്നേക്ക് പോവാ. ഇത് ശരിയാവില്ല. പോവാ സാറേ. ഇവിടുന്ന് കുഴപ്പമോ സാറേ? വാ, പോവാ. എന്താ പ്രോബ്ലം? സോറി, ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയല്ല. ഒരു ചെറിയ മിസ്സിംഗ് മെസ്സേജ് മെയിൻ്റെനൻസ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. ഇൻസ്റ്റമ സംസാരത്തിന്റെ ഇടയിൽ അവന്റെ ഒരു ഇംഗ്ലീഷ് ആണ് അല്ലട്ടെ, എനിക്ക് കിട്ടൂല. ഞാൻ അഞ്ചു പറയണത് കുട്ടി അവന്റെ ഗേൾഫ്രണ്ട് ആണെന്നാ. കുട്ടി ധൈര്യമായിട്ട് പറഞ്ഞോളൂ, കുട്ടിക്ക് ഇഷ്ടം നെൽസനാണെന്ന്. ഞാൻ തന്നെ നിങ്ങൾ ഒന്നിച്ച് പല പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ടല്ലേ?
പലവട്ടം. ആ ഞാൻ ഓ കണ്ടിട്ടുണ്ട്. ഇതിനായിരുന്നോ? എനിക്ക് സഞ്ജുവിനെ ഇഷ്ടമല്ല. എനിക്ക് നെൽസനെ ഇഷ്ടമല്ല. ആ പിന്നെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കറങ്ങിയിട്ടൊക്കെ ഉണ്ട്. എന്ന് വെച്ചത് അവനോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല. എനിക്ക് കിട്ടിയ ചാൻസ് നന്നായി യൂസ് ചെയ്തു. ഇവനെ പറ്റി അറിയാൻ. ഇവനോ? അതാരാ? അതാരാ? ഞാൻ എന്നെ വല്ലതും പറയാനോ? ഞാനില്ലട്ടോ. നീ നിന്നെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഇതുപോലെ ആരെങ്കിലും വേണമായിരുന്നു എനിക്ക്. എന്നെ പറ്റി എന്തിനാ അറിയണം? ഇവനെ പറ്റി എന്തിനാ കുട്ടി അറിയണ? ഇഷ്ടമുള്ളതുകൊണ്ട്. ഇഷ്ടം എനിക്ക് നിന്നെയാ ഇഷ്ടം. മൊത്തം കൺഫ്യൂഷൻ ആയില്ല. നീ ഇങ്ങനെ ജിമ്മ് അടിച്ച് പച്ചൻ കുത്തി ഇറങ്ങോട്ടാ. കുറച്ച് വിൽക്കണ്ടാകുന്ന രക്ഷോട്ട് പോയാനെ. ഇപ്പൊ ഉണ്ടോ കുട്ടി? ഒരു മിനിറ്റ്, വേറെ ആളാണേ. അതെ, കുട്ടിക്ക് ശരിക്കും ഈ വിൽക്കണ തന്നെയാണ് ഇഷ്ടം. ശരിക്കും ആലോചിച്ച് നോക്കി. അല്ല ഞാൻ ചോദിച്ചെന്നോട് കാലുമൊക്കെ ഇടിക്കരുത്. എനിക്ക് കണ്ണ് കാണില്ല കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ പറ്റില്ല. പക്ഷേ നീ നന്നായിട്ട് ചമ്മി നിൽക്കാന്ന് എനിക്കറിയാം. അതെ അതെ. നെൽസൺ ഇവിടെ ഇല്ലേ? എന്റെ അടുത്തുണ്ട്. ഇത് ഇവിടെ ഉണ്ട്. നെൽസൺ, ഐ എം റിയലി സോറി. മറ്റേ ടീം പുറകെ തന്നെ ഉണ്ട്. അവിടെ ഉണ്ട്. ഐ എം വെരി സോറി. റിഹേഴ്സലിന് ലേറ്റ് ആവുന്നു. എന്നാ പിന്നെ എല്ലാരും പോവല്ലേ? പോവാണ്ട് ഇവിടെ നിന്ന് വല്ല ബിരിയാണി ആയിരുന്നു. പോവാ ശേഖർ, പിന്നെ കാണാം. പോവാ. നമ്മൾ ഈ ആമ്പിള്ളേർ ഓരോ പെമ്പിള്ളേർ പുറകെ നടന്ന് പെട്രോൾ അടിച്ച് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പേഴ്സ് വെറുതെ പുറകെ വെക്കാനുള്ള സമയം കിട്ടില്ല. ഇത് വെറുതെ അവനൊരു ചെലവില്ലാണ്ട് ഇങ്ങോട്ടൊരു ഓഫർ വന്നേക്കേ. നീ വെറുതെ അവന്റെ പൂളിൽ പാട്ട് കുറെ നേരമായാലും അവനില്ലാത്ത വിഷമം നിനക്കാണ്. എനിക്ക് വിഷമമുണ്ട്. നിനക്കാണെങ്കിൽ ഒന്നും കിട്ടണമില്ല, കിട്ടണമെങ്കിൽ ഒന്നും കൊടുക്കണമല്ല. എനിക്ക് ഒട്ടും കിട്ടണില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. വെറുതെ ഇങ്ങനെ പറഞ്ഞു ഒരു ബീർ കുടിച്ച് ഇന്ന് അവൾക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കും. എന്താ വെച്ചാൽ നാളെ ചാൻസ് ഉണ്ടല്ലോ. ഇതെന്താണ് ലോട്ടറി ടിക്കറ്റാ? നാളെ 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 എന്ന് പറയാൻ ഞാൻ ഫിറ്റ് ഔട്ട്. എനിക്ക് ഇവനെ ഇഷ്ടമല്ലാത്തൊന്നും എനിക്ക് വേണ്ട. കണ്ട അവന് മനസ്സിൽ നല്ല വിഷമമുണ്ട്. നിനക്ക് അവളെ സീരിയസ് ആയിട്ട് ഇഷ്ടമാണോ? ഉണ്ടെങ്കിൽ പറയടാ. എനിക്കൊരു പ്രോബ്ലം ഇല്ല. നീ ഹാപ്പി ആണെങ്കിൽ ഞങ്ങളൊക്കെ ഹാപ്പിയാണ്. എടാ അവൻ വെള്ളത്തിന്റെ പുറത്ത് പറയണല്ല. അവൻ പറഞ്ഞതന്നെയാണ് കേട്ടാ. നീ പിന്നെ മാറ്റി പറയരുത്. ഞാനും വിൽക്കാൻ തുടങ്ങി പണ്ടാരും. എനിക്ക് ആരെങ്കിലും പെട്ടെന്ന് കിട്ടാവട്ടെ, ഉറപ്പാണ്. എടാ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് സത്യം കിട്ടും. പിന്നെ നീ എന്തിനായി കണ്ണാണ് വേഗത്തിൽ പുറകെ കിടക്കണേ? നീ എന്ന് നോക്കിയ അതെ അവൻ സമ്മതിച്ചു. ശേഖർ, ആര് സമ്മതിച്ചു? നെൽസൺ. നെൽസനാ? അവനെ വിഷമിച്ചോണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലേ. പക്ഷെ ഇപ്പം പെർമിഷൻ തന്നു. ഇനി വേണേ നമുക്ക് തുടങ്ങാം. പെർമിഷൻ തരാൻ അവൻ ആരാ? എന്റെ അച്ഛനാ? നിന്നെ ഇഷ്ടാന്ന് മാത്രല്ലേ പറഞ്ഞത്? അതിന് തുടങ്ങാന്നൊക്കെ പറഞ്ഞു. ഇയാളെന്താ ആളെ കളിയാക്ക? അവരെ മുമ്പിൽ അവരെയല്ല എന്നെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കേ, അതിനിപ്പോ ചൂടാവുന്ന എന്തിനാ? അതിനാരും ചൂടായ കാര്യം പറയുന്നല്ലേ ഉള്ളൂ. ശരി, ഇപ്പൊ നീ എന്തിനാ ഇവിടെ വന്നേ? ആദ്യമായിട്ട് ഒരു പെണ്ണും മുഖത്തൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ I got curious. Curiosity over? എന്നാ പൊക്കോ. ഒന്ന് സെറ്റായി വന്നോളൂ. ഒന്ന് സെറ്റ് ആവട്ടെ പ്ലീസ്. അത് വരെ നിൽക്ക്. ഞാനിവിടെ നടന്നു പോണി കാണാൻ പറ്റില്ലല്ലോ. ഞാനിവിടുന്ന് ഭയങ്കര ദേഷ്യത്താ നടന്നു പോണേ. ശരി പോ.
അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ ഞാനായാലും ടെൻഷനായാലും ഇയാൾക്കെന്തായാലും ആളെ കാണാൻ പറ്റില്ലല്ലോ. ശേഖർ, സാറിനും ഉണ്ടല്ലോ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. എത്ര വിക്കിയാലും ഏറ്റവും ലൗഡായി ഞാൻ കേൾക്കുന്നത് നിന്റെ ശബ്ദം. ഇടയ്ക്കൊക്കെ തപ്പി തടഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു തീർക്കും. അന്നാദ്യം കേട്ടപ്പോഴേ നിന്റെ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ അത് കേൾക്കാൻ വേണ്ടി മാത്രം എത്ര തവണ നിന്റെ പുറകെ നടന്നെന്നറിയോ. കേട്ട് കേട്ട് അത് വലിയ ഇഷ്ടായി. അത് തെറ്റായി പോയല്ലേ. എന്റെ ഈ കുറവ് ഞാൻ ഓർത്തില്ല. ഇത് ലൈഫ് ലോങ് ഇങ്ങനെയായിരിക്കും. നിനക്കിതൊരു പ്രശ്നമായി തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേ. ഇതിപ്പോ എന്തിനാ? എനിക്ക് ഇങ്ങനെ സോറി പറയാറിയോ? ഐ എം സോറി ടു. എന്തിനാ? രണ്ടും പെണ്ണ് തന്നെയല്ലേ? പോത്തായാലും ശരി പെണ്ണായാലും ശരി പെരുമാറ്റത്തിനാണ് വില. അല്ലാതെ പക്ഷെ തീറ്റി പോറ്റാനാണ് പാട്. തിന്നിട്ട് മിണ്ടാ പ്രാണികളല്ലേ പാവം. അടുത്ത ജന്മത്തിലെങ്കിലും ഇതുപോലൊരു ജല്ലിക്കെട്ട് കാളെ ജനിച്ചാൽ മതിയായിരുന്നു. ചെറിയാതെ നല്ല അനുസരണം. എന്തൊരു നാളെ ഭ്രാന്തായി കേട്ടിട്ടില്ലേ? ഭ്രാന്തി പശു. എന്റെ ഒടയമ്പരാനെ ചതിച്ച ആ പെണ്ണൊരിയും കെട്ടി വന്നിരിക്കുന്ന ചെവല കളറിലാണല്ലേ. നിക്കി തള്ളേ നിക്കി, ഞാൻ അങ്ങോട്ട് വരാം. നിക്കി നിക്കാൻ പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല ഏട്ടാ. ഈ ചെവല കളർ കണ്ട ലവന്മാര് ചെറഞ്ഞെറഞ്ഞ് ഒരറ്റ ഞോണ്ടൊക്കെ ഞോണ്ടിയാ മതി. അമ്മയുടെ ടക്കനെ പീസായിട്ട് ചെതറും. വറീസൺ എന്തിനു വന്നത്? ഒന്ന് കാണാനാ. അതിനെന്തൊരു വറീസണം പോയി കാണി. എവിടെ കാണിച്ചോടേ യവന്മാരെ കസർച്ചേല്. അത് കാണാൻ വന്നതല്ല, ഞങ്ങൾ വന്നത് മാണിക്കത്തോന്ന് കാണാൻ. അമ്മ പറഞ്ഞയച്ചിട്ടാ വന്നത്. ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞിട്ട് അന്ന് അമ്മ. അതിന്റെ പേര് ഈ കാല് ഞാൻ പിടിച്ചോളാം. ഞാൻ ഇപ്പൊ ഇങ്ങാട്ട് വന്നത് ആദ്യം പറഞ്ഞു ഏൽപ്പിച്ച ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ കഥകളൊന്നും വേണ്ട കേട്ടാ. അതിന് ഞാൻ ഇപ്പൊ എന്ത് ചെയ്ത്? ഞാൻ ആരെന്ന് ചോദിച്ചു, ഞാൻ ആരാന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളു. വരീസണം പോയി കാര്യങ്ങളൊക്കെ അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. ചിലകളി ഞാൻ കേക്കട്ടെ. നിനക്ക് എന്തരാണ് ജ്വാലി? ഞാൻ ആ പൂ മാർക്കറ്റില് പൂ കച്ചവടം. അല്ല അടക്കണ് പൂ മാർക്കറ്റിൽ പിന്നെ ആരെങ്കിലും പോയി മീൻ കച്ചവടം ചെയ്യോ? എന്തരുണ്ടെ നീ പറയണത്? പോയി ചെന്ന് വെടിപ്പായിട്ട് അവനുണ്ട് ജോലികൾ ചെയ്. പണ്ട് കണ്ട് പരിചയം പോലും കാണിക്കണില്ല. തനി വെട്ടുപോത്ത് തന്നെ. ആരാന്ന് പോയി നോക്കണോ? അത് പോയി നോക്കിട്ട് വന്ന് കുടിച്ചാ പോരെ? താനും ഞാൻ വന്നിട്ട് കുടിച്ചാ മതി. അത് വരെ ഇത് വിടിയിരിക്കട്ടെ. അങ്ങനെ ഒറ്റയ്ക്ക് കുടിച്ചാൽ ശരിയാവില്ലല്ലോ. SP സാറില്ലേ? ദാ അവിടെ പുതിയതായി വന്ന ചേച്ചിമാര് തന്നതാ SP സാറിന് കൊടുക്കാൻ. ഓ, ഇതാണ് കുരുവി. SP-ക്ക് ഒരു കൊറിയർ ഉണ്ട്, വന്ന് ഒപ്പിട്ട് മേടിച്ചോ. ആ വരണോ? കൊറിയറോ? എവിടെ? ദേ ദൂരേന്നൊന്നും അല്ല, തൊട്ടടുത്തുനിന്ന് തന്നെയാ. ഒപ്പിട്ട് മേടിച്ചോ. അതാ പൂവോ? പൂവല്ല, പൂന്തളിരല്ല, ഹൃദയമാ. ആ പെയിന്റ് ഗസ്റ്റുകളുടെ മേടിച്ച് ചെവിട്ടിൽ വെച്ച് കുറച്ചു നേരം ഇങ്ങനെ തുള്ളടോ. ചെമ്പരത്തി പൂവല്ലേ കൊടുത്തയക്കണ്ടേ?
പൊട്ടയെന്ന് വരുന്നിട്ടില്ല, അതിനു മുമ്പേ തുടങ്ങി. നിന്നെ മേലാ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോരുത്. കള്ള തിരുമാലി. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? ഒരു കുഞ്ഞു ചെക്കന്റെ ചെവി പിടിച്ച് ആരെങ്കിലും ഇമാതിരി പിരിക്കോ? അത് പറഞ്ഞു പോരാഞ്ഞൊരു ഭാഗ്യം. അല്ലെങ്കിൽ അവനത് വേണം. ഇവരുടെ വാക്കായിട്ട് അവനെന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോയെ? അതിന് ഞാൻ അറിഞ്ഞോ അയാൾ ഇങ്ങനത്തെ ഒരു കണ്ടവർ പോണെന്ന്? സാധാരണ പെൺപിള്ളേരുടെ കത്തും പൂമൊക്കെ കൊണ്ട് കൊടുത്താൽ നല്ല കാശ് കളയുന്നതാ. ഇങ്ങനൊരു ആക്രമണം ആദ്യമായിട്ടാ. പോട്ടെടാ ജോമോനെ, ഇതിനുള്ള പണി അയാൾക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിന്? അയാൾക്കുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം. ദേ ഇത് കണ്ടോ? അയ്യോ, ഇതുകൊണ്ട് ഞാൻ അയാളെ എറിഞ്ഞിടും. ദേ ഭാമേ, നിങ്ങളൊക്കെ കൂടിയല്ലേ അവനെ കൊണ്ട് വേണ്ടാത്ത പണി ചെയ്യിപ്പിച്ചേ? അവനോടാ കല്ല് കളയാൻ പറഞ്ഞേ. ഡാടാ അതങ്ങോട്ട് കളഞ്ഞേ. ഇത് ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്ന, അതിൽ പെണ്ണുങ്ങളെ വേണ്ട. എന്താണോ ഇത്? ഒരു വക സോഡാ കുപ്പി കണ്ണടയിട്ടുണ്ട്. തനിക്ക് നോക്കി നടന്നൂടെ? ഞാൻ നോക്കി നടക്കാണ്ട് വീണതല്ല, എന്നെ ആരാണ്ട് എറിഞ്ഞു വീഴ്ത്തിയതാ. ആരെറിഞ്ഞു വീഴ്ത്തി? ഇന്ന് നിന്നെ ശരിയാക്കി തരാടാ പന്നിക്കുട്ടി. വെയിറ്റ് ചെയ്യട്ടാ, ഈ ഇഷ്ടിക ഞാൻ അവന് കൊടുത്തിട്ട് വരാം. നീ ഇങ്ങനെ പെട്ടെന്ന് ഓട്ടം ബ്രേക്ക് ഇട്ടോ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടാ. നിക്കടാ, ഒരു കാര്യം പറയാനാ. നീ ഇത് കൊണ്ടൊക്കോ, അപ്പൊ നിനക്ക് വേറെ ആരെങ്കിലും എറിഞ്ഞൂടെ? നിക്കടാ. ആള് വിളിക്കണല്ലോ. ചെറുക്കനെറിഞ്ഞതാ. നിങ്ങക്ക് നല്ല സമയദോഷമുണ്ട്. ഇതൊക്കെ പോട്ടെ, തൈരിന് എന്താ വില ലിറ്ററിന്? SP ഒരു 300 രൂപ എടുത്ത് ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ഇവരൊക്കെ ആരാ? ഫ്രണ്ട്സാ. എന്താ ദേഹത്ത്? കാക്ക തൂറിയതാ. ഇത്രയോ? കാക്കയ്ക്ക് വയറിളക്കായിരുന്നു. രൂപ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത് തന്നെ? മേലാൽ ഈ വക സാധനങ്ങളൊന്നും തലയിലേറ്റ് നടക്കരുത് കേട്ടാ. ചെല്ലേ ചെല്ലേ. ഞാൻ ഇപ്പൊ പഠിപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. എന്നാ കോട്ട് ഓർഡർ അവന്മാര്. എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോ ഒരു കൂട്ടം ഗുണ്ടകൾ നമ്മളെ ആക്രമിക്കാൻ വരികയാണെന്ന് വിചാരിക്കാം. ആദ്യത്തെ അറ്റാക്ക് നമ്മുടെ ആയിരിക്കും. ആദ്യത്തെ അറ്റാക്ക് നമ്മുടെ ആയിരിക്കും. ഇതുപോലെ അപ്പൊ അവന്മാരെല്ലാം കൂടെ അലച്ചു പിടിച്ച് വീഴും. പക്ഷെ അവന്മാര് പോവില്ല, പിന്നെ എണീറ്റു ഇതുപോലെ. അപ്പൊ നമ്മ ഇടത്ത് കൈക്ക് നിർത്ത് അടിക്കും. അപ്പൊ ഓർത്തണം അവന്റെ കൈ വലത്ത് കൊണ്ട് പിരിച്ച് ഇടത്തുകൊണ്ട് ചാടിയടിക്കാൻ വന്ന ഒഴിഞ്ഞോ. എന്നിട്ട് അവന്റെ കൈ പിടിച്ച് മുറുക്കിട്ട് നെഞ്ചത്ത് ഇവന്റെ കാര്യം ഔട്ട് കൊടുത്തു. കുറയുന്നത് ഇങ്ങനെ തരത്തിൽ നെറ്റ് പിടിക്കണം. എന്നിട്ട് മുടിക്ക് പിടിച്ചെടുത്താ ഇങ്ങനെ ഒരൊറ്റ അവനെ ഒന്നുകളെ കേസ് എന്ത് വന്നാലും ഞാനേറ്റു. ഹീറോ ഹീറോ ഇതെന്റെ പപ്പയാ. അവനവിടെ പരത്ത് ആ കരി പൊട്ടി. ഇനി കല്യാണം വെച്ചിട്ട് ഒരു കാര്യം കേട്ടാ. കണ്ടോ, നമ്മളെ ആക്രമിക്കാൻ വരുന്നവരുടെ നേരെ മാത്രമേ നമ്മൾ കായികാഭ്യാസങ്ങൾ പ്രയോഗിക്കാവൂ. മനസ്സിലായോ? നല്ല ബ്യൂട്ടിഫുൾ ആയില്ലേ? What the hell is this? Go to your classes. Hey, everybody go to classes. എല്ലാവരും ക്ലാസ്സിലേക്ക് പോയിക്കേ. ആദി
ക്ലാസ് കഴിയുമ്പോൾ നീ പോകരുത്. എനിക്ക് പപ്പയെ പരിചയപ്പെടുത്തി തരണം. ബോയ്സ് ആൻഡ് ഗേൾസ്, ബാക്ക് ടു യുവർ പൊസിഷൻസ് ഫാസ്റ്റ്. ആദി പ്ലീസ്, ക്ലാസ് തുടങ്ങണമെങ്കിൽ തന്റെ ഫാദറിനോടൊന്ന് പുറത്തു പോകാൻ പറയേ. പേടിയായിട്ട് വയ്യ. ഗുണ്ടകൾ എവിടെ കൊണ്ടുവന്നിട്ട് തല്ലുകാന്ന് വെച്ചാ? അയ്യോ സാർ, ഞാൻ കൊണ്ടുവന്നിട്ട് തല്ലിയൊന്നുമില്ല. കുട്ടികൾക്കൊരു ഡെമോൺസ്ട്രേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചു. പിന്നെ അല്ലാതെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര റിസ്ക് എടുത്ത് അവരോട് ഓട്ടോ വിളിച്ചു കൊണ്ടുവരേണ്ട കാര്യമുണ്ടാ? ഇപ്പൊ ഏകദേശം കുട്ടികൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് മാഷിന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നിന്നെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? പോയി അബ്ദുൾ റസാഖിന്റെ കാര്യം നോക്കണം. ഓക്കെ മുതലാളി. അബ്ദുൾ റസാഖ് ഇപ്പൊ അവരോട് മുട്ടി എന്ത് കാണിച്ചിട്ടുണ്ടാവും? ആവോ അവിടെ ഒന്ന് മുട്ടാൻ നോക്കി നടന്നില്ല. ഒരു മിനിറ്റ്. എന്താടാ? പപ്പ, എനിക്ക് കരാട്ടയും കുസ്തിയും പഠിക്കണ്ടത് ഞാൻ പറഞ്ഞല്ലേ. നീ എന്റെ മോനാ, നീ ഇതൊക്കെ പഠിച്ചിരിക്കണം. ഞാൻ എനിക്ക് കരാട്ട പഠിക്കണമെങ്കിൽ പപ്പ അവിടെ വരാൻ പാടില്ല. വരാന്തയിൽ മറ്റു പാരൻസിനപ്പോ വെയിറ്റ് ചെയ്യും. എനിക്ക് ബോറടിക്കല്ലടാ. ഒന്ന് ഫോൺ ചെയ്യാന്ന് വെച്ചാ അപ്പ ആരെങ്കിലും വരും. ഫോൺ ചെയ്യാൻ പാടില്ല എന്ന് പറയാം. എന്താ ഇത്? രാവണൻ കോട്ട, ഇത് കളിച്ചിരിക്കും. അപ്പോഴേക്കും ഞാൻ വരാം. അവിടെ വെച്ചേക്ക്. ശിവാനി, your mom is calling. മമ്മി എവിടെയാ? ശിവാനി, കഴിഞ്ഞല്ലേ നിന്റെ ടെന്നീസ് പ്രാക്ടീസ്? ഇല്ല മമ്മി, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. മമ്മി ഇങ്ങോട്ട് വാ, ഇവിടെ എല്ലാ പാരന്റ്സും ഉണ്ട്. ഇല്ല ശിവാനി, എനിക്ക് കുറച്ച് മെയിൽസ് അയക്കാനുണ്ട്. ഞാൻ ഇവിടെ വെയിറ്റിംഗ് ഏരിയയിലുണ്ടോ? കഴിയുമ്പോ എനിക്ക് ഫോൺ ചെയ്താൽ മതി. ഓക്കേ. ഇവിടെ വന്നിരിക്കാൻ ആരാ പറഞ്ഞത്? കളത്തിലാക്കിയതില്ലേ, പിന്നെ എന്തിനാ ചാടി പോരുന്നത്? ഓ സോറി സോറി. സോറി, രാവണൻകോട്ടയിലെ ഗോളങ്ങൾ പറഞ്ഞതാ. ഹലോ, ഞാനിപ്പോൾ മോളുടെ സ്കൂളിലാണ്. ഇവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. ഐ കോൾ യു ബാക്ക്. അനങ്ങരുത്, അനങ്ങരുത്, അനങ്ങരുന്നല്ലേ പറഞ്ഞത്? പുല്ല്. രാവണൻകോട്ടെ അവന്റെ ഗോളങ്ങൾ. ഒരു ഗോൾ അത്യാവശ്യമായതുകൊണ്ടാ. പ്ലീസ്. അബ്ദുൾ റസാഖേ, എന്തായി കാര്യങ്ങള്? അവനെ പഞ്ഞിക്കിട്ട്, പക്ഷെ ഞാൻ ആശുപത്രിയില്ല. എങ്ങനെ? ഞാൻ അവനെ തലവെച്ചിടിച്ചാണ് മുതലാളി. അവന് തടുക്കാറിഞ്ഞൂടായിരുന്നു. ആ തെണ്ടി മാറിക്കളഞ്ഞ്. എന്നിട്ട് എന്റെ തലയൊന്നും അതിലിടിച്ച്. അപ്പൊ പിന്നെ പൊട്ടൂലേ? നീ പോയി റെസ്റ്റ് എടുക്ക്. റെസ്റ്റാ? ഓ. ഹലോ, താൻ എന്ത് വക്കീലാടും? കേവിയേറ്റ് എടുത്ത് വെക്കാതെ താൻ എനിക്ക് കേസ് നടത്താം. വിക്രമനെ ഞാൻ അങ്ങോട്ട് വിടാം. കംപ്ലീറ്റ് ഫയൽസും അവന്റെ കൊടുത്ത് വിട്ടേക്കണം. വേണ്ട, പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി. ഫുൾ. ഒരു കോൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്രാമത്തെ കോളായത്? കോള് പലതാണെങ്കിലും കേസ് ഒന്ന് തന്നെയാണ് മാഡം. ഒരു ദരിദ്രവാസി പോയി സ്റ്റേ മേടിച്ചോളൂ. പാവ അബ്ദുൾ റസാഖിന്റെ തലയും പൊട്ടി. വളരെ സീരിയസ് ആ. എന്ത് സീരിയസ് ആണെങ്കിലും ഫോൺ ചെയ്താൽ മതി. ആ ഫോണിങ് തരൂ. ഒരു മനസ്സ് വേണ്ടേ? മാഡം, ഞാനിവിടെ വെക്കേഷൻ ആയതുകൊണ്ട് ഫോൺ ചെയ്തതാ. നിങ്ങളുടെ കേസും വെക്കേഷൻ ഒന്നും എനിക്ക് അറിയണ്ട. ആ ഫോണിങ് തരൂ. ഒരു കോൾ മാത്രമേ ഉള്ളൂ. വിക്രമൻ ലൈനിലുണ്ടേ. മര്യാദക്ക് ഫോൺ തരുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ ഈ ഫോണല്ലേ വേണ്ട? അതെ. ഇന്നാ എടുത്തോ. നിങ്ങൾ എന്തായി കാണിച്ചേ? എത്ര രൂപയുടെ ഫോണാന്ന് അറിയത്? എത്ര രൂപയുടെ ഫോൺ ആയാലും എന്താ? നിങ്ങൾക്ക് മാനേഴ്സ് അല്ലേ വലുത്. പെറുക്കി എടുത്തോ മാനേഴ്സ്.